ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗൾഫുകാരനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ട് എത്തിയപ്പോൾ കറങ്ങുന്ന പടിയിൽ കയറി 4 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന്റെ ഇടയിൽ കൂടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വിനീഷേട്ടൻ. നായിന്റെ പാല് ഊതം കോലിട്ടാലും നൂറില്ല എന്നല്ല പഴഞ്ചൊല്ലി. നമ്മുടെ സ്വഭാവം പിന്നെ അവിടെ പോയാലും വിടില്ലല്ലോ. ഇത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതെല്ലാം വെയിറ്റ് ചെയ്യാന്നാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. ഈ ഒരു വെപ്രാളം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആരിനെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മതിയില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി മാങ്ങത്തരം കാണിക്കാൻ വേണ്ടി നിൽക്കണം. മാങ്ങത്തരം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ അതാണല്ലോ ട്രെൻഡിങ്. ഈ അജുവോട്ടം ശരിക്കും ഞങ്ങളെ എല്ലാവരും മൂഞ്ചിപ്പിച്ചു. കാരണം പുലർച്ചെ 1 മണിക്ക് ഫ്ലൈറ്റ് കൊണ്ടുപോയി ഞങ്ങൾ നേരത്തെ വന്ന് അവിടെ എത്തിയിട്ടാ പറയണത് 1 മണിക്കല്ലടാ 3 മണിക്കാ ഫ്ലൈറ്റ്. ആളെന്തായാലും 1 മണിക്ക് എത്തുന്ന വെച്ചാൽ 3 മണിയാകുമ്പോഴേക്കും വീടെത്തി കുറച്ചു നേരം ഉറങ്ങി പണിക്കുമെന്നാണ്ടാ വിചാരിച്ച് ഇപ്പൊ ഞങ്ങളെ ഫുഡ് തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഏതൊരു ഹോട്ടലിൽ കയറി 7 പേര് 7 സൈഡ് ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് പേര് പൊറോട്ടയും പിന്നെ കുറച്ച് പേര് വെള്ളസാധനം. അതിന്റെ പേരെന്നറിയില്ല, അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യുന്നതിലും. അപ്പൊ പറഞ്ഞു വന്നത് ബീഫ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഫുഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നോർമൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവസാനം ഓരോ ഓംലേറ്റും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ഒരു സ്റ്റേഷനറി കടക്കാണ്ടാ. ഇവിടെയുണ്ട് ഒരുത്തെ മുതലിന്റെ വായിൽ കൈയിട്ട് കളിക്കും. അങ്ങനെ പോയ കാര്യം കഴിഞ്ഞ് വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക്. ആ സൈഡ് നിൽക്കുന്ന BM കണ്ട എന്താ ചന്തല്ലേ. അപ്പൊ ഗൾഫുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനല്ലോ അല്ലേ? ഇപ്പൊ പരിചയപ്പെടുത്തരാം. ചൊട്ടി ഫ്രം ഷാർജ. ചൊട്ടി എന്ന് പറഞ്ഞാൽ ചെല്ലപ്പേരാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ ഷൈജു എന്നൊക്കെ വിളിക്കും. 2 വർഷത്തിന് ശേഷം കൊണ്ട് ആളിങ്ങടിക്ക് ലാൻഡ് ചെയ്യണത്. ഈ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യണ തൊട്ട് മുമ്പ് വരെ ഇവിടെ ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റ് എപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തോ അതിന് ശേഷം ഇവിടെ ലൈറ്റ് ഒക്കെ പോയി. 2 വർഷത്തിന് ശേഷം കാണുകയില്ല. അപ്പൊ അതിന്റെ സന്തോഷം ഉണ്ടാകും. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഇംഗ്ലീഷുകാർ ചേച്ചി വാട്ട് ഈസ് ദിസ് എന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ദിസ് ഈസ് തൊട്ടി എന്ന്. അങ്ങനെ കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം കാര്യമാക്കി. ഇടവഴിയിൽ കണ്ട മൂസാക്കന്റെ ചായക്കടയും ചായയും. ചായ മാത്രമെന്ന് വെച്ചാൽ തെറ്റി. ഇതിന്റെ ഇടയിൽ ഷിജോപ്പന്റെ ഷാർജയിലെ കുറച്ച് തള്ളുകളുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വരുന്ന വഴി കാണുന്ന ഈ ഒരു അമ്പലം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ കമന്റ് ചെയ്താ. അങ്ങനെ ഞങ്ങൾ ടോള് വെട്ടിച്ച് വേറൊരു സ്ഥലത്ത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി അവസാനം ഞങ്ങൾ നാടെത്തി. ഇതിന്റെ ഇടയിലുള്ള കുറെ സമയം ഞാൻ കിടന്നുറങ്ങി. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ മിസ്സായി. പെണ്ണ് കാണാൻ പോവാണെങ്കിൽ കൂടി ഇത്ര നാണം ഉണ്ടാവില്ല. 2 വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ വരുമ്പോൾ സന്തോഷമുണ്ട്, അതേപോലെ തന്നെ നാണമുണ്ട്. അത്രേ എന്തിനാണോ. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.